പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദാന പേടകത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ സമയത്ത് വാഗ്ദാന പേടകം സകല വാഗ്ദാനങ്ങളുടെയും പൂർണ്ണതയായ യേശുവിനെ എങ്ങനെ സമീപിക്കാം, നമ്മൾ ഈ 4 ദിവസങ്ങളായിട്ട് 4 കാര്യങ്ങൾ കണ്ട്. 1-ാം ദിവസം വിശ്വാസം എന്ന് കണ്ട്, 2-ാം ദിവസം നമ്മൾ വിശുദ്ധി എന്ന് കണ്ട്, 3-ാം ദിവസം നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് മാനസാന്തരമാണ്, 4-ാം ദിവസം വിനയമാണ്. വിനയത്തോടെയാണ് നമ്മൾ ഈശോനെ സമീപിക്കേണ്ടത്. യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം മെയിൻ സംഭവം അഹങ്കാരമാണ്. ശരിക്കും നമ്മൾ എളിമപ്പെടുന്നതിന് ആദ്യം വേണ്ടത് അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരം ഇല്ലാതിരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എളിമയുടെ സ്റ്റാറ്റസിലേക്ക് വരും. ഞാൻ ഈ ദിവസങ്ങളൊരു വൈദികയുടെ ധ്യാനത്തിൽ പോയായിരുന്നു. അവിടെ ഒരു ആൻ്റണി ഇട്ടിക്കുമെന്ന് തത്വത്തിലാണ് ധ്യാനിപ്പിച്ചത്. അപ്പം അദ്ദേഹം ഈ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെന്നാണ്. അതിന് അദ്ദേഹം സുഭാഷിതങ്ങളെ കോട്ട് ചെയ്തത്. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ. സുഭാഷിതം 6:16 എടുത്ത്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമതൊന്നു കൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്. ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് നോക്കത്തില്ലേ, വെച്ചാൽ ഒരു സൗമ്യതയില്ലാത്ത വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ മനസ്സിലാക്കണം എങ്ങനെ അറിയാമോ? ഗർവ് കലർന്നെന്ന് പറയുമ്പോൾ ഞാനത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാമോ? ചില ആൾക്കാർ ഇങ്ങനെ മുഖം ഇങ്ങനെ കയറ്റി നടക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നെ അടുക്കരുത്, അതാണ് ആൾക്കാർ. ഇവ തൊട്ടാവാടിക്കൊരു പേരുണ്ടല്ലോ, എന്താണ്? ടച്ച് മീ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ പാടിപ്പോവും, അതാണ് തൊട്ടാവാടി. എന്നെ തൊട്ടാൽ ഞാൻ കുത്തും എന്ന് പറഞ്ഞ ആൾക്കാർ, അതാണ് ഗർവെന്ന് പറയുന്നത്. എന്നെ തൊട്ടാൽ കുത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഗർവം എന്ന് വെച്ചാൽ സംസാരിക്കാൻ പോലും നമുക്ക് അനുവാദം തരികയില്ല. കാര്യം എന്താണ്? നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ കൊച്ചായി പോകുന്ന അവർ തോന്നണത്, അതുകൊണ്ട് ഇങ്ങനെ കയറ്റി പിടിച്ച് നടക്കും. അപ്പോൾ ദൈവം വെറുക്കണ കാര്യമാണത്. ഇപ്പോൾ ഓക്കെ അല്ലേ? മനസ്സിലായല്ലേ? അപ്പം ഈ ഗർവ് ഒന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് പിന്നെ വരേണ്ടത് ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? വിനയമാണ്. ഞാനിപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നം, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് കുറേ രോഗങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീർക്കെട്ടൽ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ മുഴച്ചൊക്കെ ഇരിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ആ സമയത്ത്. ആ സമയത്ത് കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി അവർക്ക് അച്ഛൻ എന്ത് ദേഷ്യപ്പെട്ടിരിക്കണം തോന്നും. അല്ലെങ്കിൽ ചില ആൾക്കാർ രാവിലെ വന്ന് എൻ്റെ അടുക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയും, അപ്പോഴും എൻ്റെ മുഖം ദേഷ്യം വരും. പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഏറ്റവും നമ്മളെക്കാൾ താഴ്ന്നവരുടെ എപ്പോഴും നമ്മൾ പുഞ്ചിരിയോടെ തന്നെ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും നമ്മളോട്
അവർക്കൊരു ബന്ധം, നമ്മളോടൊരു ഇൻട്രാക്ട് ചെയ്യാൻ തോന്നുന്ന അവർക്ക് വെച്ചാൽ അവർ വേറെ ആരും ഉണ്ട്, നമ്മൾ ദൈവത്തിന് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളെ സഹായിക്കാൻ നമുക്കല്ലേ പറ്റത്തുള്ളൂ. വേറെ ആൾക്കാർക്ക് ദൈവം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ സാക്ഷ്യം വെച്ചാൽ അവർ പറയണത് വെച്ചാൽ, ഞാൻ ആൾക്കാരോട് കാണുമ്പോൾ അവരെ പുഞ്ചിരിക്കും, എന്നിട്ട് ഞാൻ അവരോട് ചെന്ന് ചോദിക്കും സുഖമാണോ. ചിലപ്പോൾ ആദ്യമൊക്കെയാണെങ്കിൽ എനിക്ക് അതാണ് രസം. അത് മാളവികയെന്ന് പറഞ്ഞൊരു നോൺ ക്രിസ്ത്യനാണ് അത് പറഞ്ഞിരിക്കണത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മാളവിക പറയണേ, ഞാൻ പണ്ടങ്ങനെയല്ല, ഞാനിങ്ങനെ കുമ്പിട്ട് നടക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇവിടെ പോയി എടുത്തപ്പോൾ ഞാൻ ആരെങ്കിലും വഴി വെച്ച് കണ്ട അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ചേട്ടാ സുഖമാണ്, എന്താ വിഷമിച്ചിരിക്കണത്. അപ്പോൾ അവരെന്തെങ്കിലും പറയും. ചിലപ്പോൾ ഭാര്യ ആശുപത്രിയിലാണ്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറയും. പിന്നെ അവർക്ക് ചേട്ടാ പൈസ വല്ലതും വേണം, എൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ അതിലുണ്ട്, അപ്പോൾ സഹായിക്കാൻ തയ്യാറാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ളവരാണ് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. പുഞ്ചിരി ഒരു തുറന്നിട്ട വാതിലാണ്. നിങ്ങൾക്ക് ഇടമുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ. ഈ പരദേശിയെ സ്വീകരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെ ആവശ്യമുള്ള സ്വീകരിക്കാനാണ് ഈ പുഞ്ചിരി. അപ്പം അത് എളിമയുടെ ഒരു ഭാഗമാണത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.